സോ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്തതിന്റെ സർട്ടിഫിക്കറ്റ്, അതുപോലെ അതിന്റെ GST, ബാക്കിയുള്ള ഡോക്യുമെന്റ്സ്, പാനും ടാനും ഒക്കെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, മെയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഓക്കെ അല്ലേ, ഹാപ്പി അല്ലേ? ഹാപ്പിയാണ്. പക്ഷേ ഇതിപ്പം കമ്പനി രജിസ്റ്റർ ആയി, ഇനിയിപ്പോ നമ്മൾ ഇതിൽ എന്തെങ്കിലും ചെയ്യേണ്ടത് ഉണ്ട്. നമ്മൾ കമ്പനി ഇപ്പൊ രജിസ്ട്രേഷൻ ആണ് കംപ്ലീറ്റ് ആയിട്ടില്ല. അതായത് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആയിട്ട് രജിസ്റ്റർ ചെയ്ത് അതിന്റെ കമ്പനിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടി, GST കിട്ടി, ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് വേണം, കമ്പനി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ 15 ഡേയ്സിന്റെ ഉള്ളിൽ നമ്മൾ ADT 1 എന്ന് പറഞ്ഞ, അതായത് ഓഡിറ്റർ അപ്പോയിന്റ്മെന്റ് ചെയ്യാണ്ട്, ആ ഓഡിറ്റർ അപ്പോയിന്റ്മെന്റിന്റെ ഫോം നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി INC 20 ഫയൽ ചെയ്യാണ്ട്. ഈ INC 20 പറഞ്ഞാൽ എന്താ മനസ്സിലായത്? അതായത് നമ്മൾ കമ്പനിക്ക് വേണ്ടിയിട്ട് ഒരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ആക്കാം. കമ്പനീൻ്റെ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ആക്കിയിട്ട് നമ്മൾ ഈ കമ്പനി ഇൻകോർപ്പറേഷൻ്റെ ടൈമിൽ നിങ്ങൾ പറഞ്ഞു, നിങ്ങളെ പാർട്ണറുകളും 50-50 ആണ് പെർസെൻറ്റേജ്, ഇത്ര എമൗണ്ട് ആണ് പറഞ്ഞില്ലേ, ആ നിശ്ചിത എമൗണ്ട് നമ്മൾ എത്രയാണോ പറഞ്ഞിട്ടുള്ളത്, എക്സാമ്പിൾ 1 ലക്ഷം രൂപയാണെന്നുണ്ടെങ്കിൽ 50,000 നിങ്ങളെ പേഴ്സണൽ അക്കൗണ്ടിൽ നിന്ന് കമ്പനി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് കമ്പനി അക്കൗണ്ടിലേക്ക് നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്യണം. അതുപോലെ രണ്ട് പാർട്ണർമാരും അവരെ സേവിങ്സ് അക്കൗണ്ടിൽ നിന്ന് കമ്പനി അക്കൗണ്ടിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യണം. ക്ലിയർ അല്ലേ? ആ ഡെപ്പോസിറ്റ് ചെയ്തതിന് ശേഷം ആ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ എന്ത് ചെയ്യണം, INC 20 എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫോമുണ്ട്, ആ ഫോമിൽ നമ്മൾ സബ്മിറ്റ് ചെയ്യും. അത് 180 ഡേയ്സിൻ്റെ ഉള്ളിൽ ചെയ്താൽ മതി. ഈ ഓഡിറ്റർ അപ്പോയിൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ അതിന് മുമ്പൊക്കെ 30 ദിവസത്തിനുള്ളിൽ ചെയ്താൽ മതി. പക്ഷേ 2025 ജൂലൈ 14 മുതൽ വിത്തിൻ 50 ഡേയ്സിൻ്റെ ഉള്ളിൽ ഓഡിറ്റർ അപ്പോയിൻമെൻറ്റ് ചെയ്യണം. അതുകൊണ്ട് തന്നെ നമ്മളത് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് പല സ്ഥലങ്ങളിലും വിട്ടുപോകുന്ന കേസാണ്. INC 20 ADT 1 ഒക്കെ ഓൺലൈനിലൊക്കെ ചെയ്യുന്ന ടൈമിന് പലരും എന്ത് ചെയ്യും, നമുക്കിത് അവയർനെസ് ചെയ്യില്ല. കമ്പനി ഇൻകോർപ്പറേഷൻ കിട്ടി, സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്തായി, ഹാപ്പി ആയി, സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ആയി, വേഗം പോയിട്ട് ബാങ്ക് അക്കൗണ്ടും കാര്യങ്ങളൊക്കെ ഓപ്പൺ ആക്കിയിട്ട് നമ്മൾ പരിപാടി വേഗം ചാലാക്കും. പക്ഷെ ഇത് കഴിഞ്ഞിട്ട് 2 ഫോം ഉണ്ട്, ADT 1 INC 20 പറഞ്ഞ ഫോം. ഈ 2 ഫോം നമ്മൾ ചെയ്യാൻ മറക്കുന്നത് കാരണം നമുക്ക് അപ്രോക്സിമേറ്റ് ഒരു 3-4 ലക്ഷം രൂപ വരെ പെനാൽറ്റി കിട്ടും. അതായത് ഒരു ക്യാപ്പ് ഇതിന് വരുന്നില്ല, അതായത് മാക്സിമം എത്ര എമൗണ്ടേ പോകുള്ളൂ, അതിന് മുകൾക്ക് പോകില്ല, അങ്ങനെയല്ല, അൺലിമിറ്റഡ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, കമ്പനി ഇൻകോർപ്പറേഷൻ കഴിഞ്ഞ് നിങ്ങൾ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ആക്കി ബാങ്കിൽ നിങ്ങൾ 2 പേരും ഡെപ്പോസിറ്റ് ആയിട്ട് അത് നമുക്ക് എത്രയും പെട്ടെന്ന് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ അയച്ചു തരണം. ബാങ്ക് സ്റ്റേറ്റ്മെന്റ് അയച്ചു തന്നാൽ നമ്മൾ എന്ത് ചെയ്യുക, INC 20 ഫയൽ ചെയ്ത് കമ്പനീൻ്റെ ഫുൾ വർക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് പിന്നീട് നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ